നമ്മൾ കപ്പാസിറ്റർ എന്താണ് കാണാൻ പോകുന്നത്. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ്. ചാർജ് സ്റ്റോർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബാറ്ററി അല്ലെങ്കിൽ സെല്ല്. അതുപോലെ തന്നെ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. ഒരു കണ്ടക്ടറിലേക്ക് നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ആ കണ്ടക്ടറിന് ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഒരു പോസിറ്റീവ് ചാർജും കൂടി ആഡ് ചെയ്താലോ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. ഒരു പോസിറ്റീവ് ചാർജും കൂടി പിന്നെ ആഡ് ചെയ്താലോ വീണ്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. നമ്മൾ പറഞ്ഞതാണ്, വെൻ പോസിറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. അതിനെങ്ങനെ ഇക്വേഷൻ ആക്കി എഴുതുക? ക്യൂ പ്രൊപ്പോർഷണൽ ടു വി. ചാർജ് ക്യൂ കൂടുന്നതനുസരിച്ചിട്ട് ആ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലും കൂടും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് എഴുതും, Q is equal to CV, where C is a constant called capacitance. Capacitance is the ability of a conductor to store electric charges. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിൻ്റെ എബിലിറ്റിയെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കപ്പാസിറ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിലാദ്യം അതിൻ്റെ യൂണിറ്റ് ആണ്. C is equal to Q by V എന്നാണ് ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബ്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്. കൂളുംബ് പെർ വോൾട്ടിന് പറയുന്ന പേരാണ് ഫാരഡ്. ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ F. ഫാരഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇക്വേഷനിലെ എല്ലാ ടേംസും 1 ആക്കുക. Q1 കൂളുംബ്, V1 വോൾട്ട്, then C is equal to 1 ഫാരഡ്. നമുക്ക് നോക്കാം. If Q equals 1 coulomb, V equals 1 volt, then C is equal to 1 farad. ഒരു കണ്ടക്ടറിലേക്ക് ഒരു കുളമ്പ് ചാർജ് കൊടുത്തപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണ് കൂടുന്നത് എങ്കിൽ we can say that conductor has a capacitance of 1 farad. The capacitance of a conductor is 1 farad if a charge of 1 coulomb given to it increases its potential by 1 volt. ഈ ഫാരഡ് എന്നുള്ളത് വലിയ യൂണിറ്റ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് മില്ലി ഫാരഡ്. നിങ്ങൾക്കറിയാം 10⁻³ ഫാരഡ് ആണ്. 1 മൈക്രോ ഫാരഡ് എത്ര ഫാരഡാ? 10⁻⁻6 ഫാരഡ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പൈക്കോ ഫാരഡ്. 1 പൈക്കോ ഫാരഡ് PF എന്നാണ് ഡിനോട്ട് ചെയ്യുക. 1 പൈക്കോ ഫാരഡ് ഈക്വൽസ് 10⁻12 ഫാരഡ്. അടുത്ത പോയിന്റ് കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആദ്യം കപ്പാസിറ്റൻസിന്റെ ഫോർമുല എഴുതുക. C is equal to Q by V. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണാതെ അറിയില്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഫോർമുല എഴുതുക. W is equal to QV എന്നാണ്. അപ്പോൾ V is equal to W by Q. So you will get C is equal to Q into Q by W എന്ന് വരും. ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല IT ആണ്. ഇപ്പോൾ Q into Q എന്ന് പറയുമ്പോൾ Q² I² T² എന്ന് എഴുതാം. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ml² T⁻². അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക m⁻⁻1 L⁻⁻2 T⁻⁴ I². കപ്പാസിറ്റൻസിന്റെ സിമ്പലാണ്. രണ്ട് മെറ്റൽ പ്ലേറ്റിന്റെ ഒരു ഡയഗ്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് ഇസ് ദ സിമ്പൽ ഓഫ് എ കപ്പാസിറ്റർ. അടുത്തത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. The maximum electric field a dielectric material can withstand without breakdown of its property. നമ്മൾ ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഡൈഇലക്ട്രിക് ഈസ് ആൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ചാർജസ്. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് ചാർജ് കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ ഡൈഇലക്ട്രിക്കിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ നമുക്കറിയാം ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇ ഇൻ അല്ലെങ്കിൽ EP അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡൈഇലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഒരു മാക്സിമം വാല്യൂവിനേക്കാൾ കൂടുകയാണെങ്കിൽ ആ ഡൈഇലക്ട്രിക്കിലൂടെ ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം ഡൈഇലക്ട്രിക് ഒരു ഇൻസുലേറ്റർ ആണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ചാർജസ്. But if we apply an electric field which is greater than a particular value, then that dielectric will start to conduct charges. എന്നതിൻ്റെ അർത്ഥം ആ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടായി. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്രത്യേക വാല്യൂവിനേക്കാൾ കൂടുകയാണെങ്കിൽ പിന്നെ ആ ഡൈഇലക്ട്രിക് അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടാവും.
ആ മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. The maximum value of electric field that a dielectric material can withstand without breakdown. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എയർ എടുക്കുക. എയറിന്റെ കേസിൽ എയർ ബ്രേക്ക് ഡൗൺ ആവാൻ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവേണ്ട വോൾട്ടേജ് 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. എന്താ അതിന്റെ അർത്ഥം? എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, എയർ ഈസ് എ ഡൈഇലക്ട്രിക്. ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എയർ will then start to conduct charges. It will not act as a dielectric. അപ്പോൾ എയറിന്റെ കേസിൽ അത് ബ്രേക്ക് ഡൗൺ ആവാൻ നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എയർ ബ്രേക്ക് ഡൗൺ ആവും? when you are applying an electric field of 3 × 10⁻⁶ volt per meter, നമുക്കെന്നെ പറയാം, if you are applying an electric field greater than 3 × 10⁻⁶ volt per meter, the air will not behave as a dielectric. നിങ്ങളൊരു കണ്ടക്ടർ എ കൺസിഡർ ചെയ്യുക. ആ കണ്ടക്ടർ എയിലേക്ക് ഒരു ചാർജ് കൊടുത്തു. ലെറ്റ് ക്യൂ ബി ദ ചാർജ് ഓഫ് കണ്ടക്ടർ എ. അപ്പോൾ അതിന് ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും വി. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ എയുടെ കപ്പാസിറ്റൻസ് വരിക സി ഈക്വൽസ് Q/V. ഇനി നമ്മൾ കണ്ടക്ടർ എൻ്റെ അടുത്ത് വേറൊരു കണ്ടക്ടർ കൊണ്ടുവച്ചു, കണ്ടക്ടർ ബി. ബൈ ഇൻഡക്ഷൻ negative charges will be induced on one side of B and positive charges on the other side of B. ചിത്രത്തിൽ കാണാം, ആ ബീൻ്റെ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും മറ്റേ സൈഡിൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇനി നമ്മൾ ബീനെ എർത്ത് ചെയ്യുമ്പം ഭൂമിയിലുള്ള ഇലക്ട്രോൺസ് ആ വയറിലൂടെ കയറി ബിയിലുള്ള പോസിറ്റീവ് ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ബിക്ക് എന്ത് ചാർജേ ഉള്ളൂ? നെഗറ്റീവ് ചാർജസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൻ നെഗറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ കണ്ടക്ടർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അപ്പോൾ ബിക്ക് നെഗറ്റീവ് ചാർജേ ഉള്ളൂ. ആ നെഗറ്റീവ് ചാർജ് കാരണം അവിടെയുള്ള പൊട്ടൻഷ്യൽ കുറയും. ഫ്രം ഇക്വേഷൻ 1, വെൻ വി ഡിക്രീസസ് ദ കപ്പാസിറ്റൻസ് ഓഫ് കണ്ടക്ടർ എ ഇൻക്രീസസ്. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്കെന്തായാലും മനസ്സിലായത്, ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ എങ്കിലും, ഇപ്പോൾ എ ചാർജുള്ളൊരു കണ്ടക്ടറാണ്, ചാർജുള്ളൊരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ എങ്കിലും ആ കണ്ടക്ടറിന് കപ്പാസിറ്റൻസ് ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ നെഗറ്റീവ് ചാർജുള്ള വേറൊരു കണ്ടക്ടർ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്? അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ കുറയുകയും പ്ലേറ്റ് എ, കണ്ടക്ടർ എയുടെ കപ്പാസിറ്റൻസ് കൂടുകയും ചെയ്യും. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. The capacitor is an important component of any electrical circuit. Capacitors are available in different shapes and sizes. It is a device to store electrical charge or electrical energy. നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. Now we are going to see how a capacitor will store electric charge. കപ്പാസിറ്റർ എന്തൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ്. ആ 2 മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിൽ ചിലപ്പം വാക്വം ആയിരിക്കും, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയ ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഓരോ മെറ്റൽ പ്ലേറ്റും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ടോപ്പ് പ്ലേറ്റും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, ബോട്ടം പ്ലേറ്റും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ്, ഓരോ പ്ലേറ്റും കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. നമ്മൾ ആ പ്ലേറ്റിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദെൻ വാട്ട് ഹാപ്പൻസ്? ദ ഇലക്ട്രോൺസ് ഫ്രം ദ ടോപ്പ് പ്ലേറ്റ് will flow into the positive terminal and through the negative terminal it will reach the negative bottom plate. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. കൂടുതൽ ഇലക്ട്രോൺസ് ടോപ്പ് പ്ലേറ്റിൽ നിന്നും ബാറ്ററിയിലൂടെ ഫ്ലോ ചെയ്ത് ബോട്ടം പ്ലേറ്റിലേക്ക് എത്തും. അപ്പം ബോട്ടം പ്ലേറ്റിൽ നമുക്ക് there will be a collection of electrons. ടോപ്പ് പ്ലേറ്റിൽ you can see a deficiency of electrons, that means positive ചാർജസ്. അപ്പം മുകളിലെ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും, താഴത്തെ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഗിവൺ ബൈ E = V/d.
അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ബാറ്ററി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ കപ്പാസിറ്റൻസിൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ ചാർജ് കാരണം കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് കപ്പാസിറ്ററിൽ ഉള്ള എനർജി, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുക. ഇനി നമ്മൾ ആ ബാറ്ററി ഒന്ന് മാറ്റി നോക്കുക. ആ ബാറ്ററി വി വോൾട്ടേജുള്ള ബാറ്ററി അവിടെ നിന്ന് മാറ്റിയാലും ദ ചാർജസ് വിൽ റിമെയിൻ ഇൻ ബോത്ത് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ റീറ്റെയിൻ ദ ചാർജ്. ഇനി നമ്മൾ ആ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് കണക്ട് ചെയ്യുക. ലോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തൊരു ബൾബാണ്. ബൾബ് കണക്ട് ചെയ്ത സ്വിച്ച് ഓൺ ആക്കിയാൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള പാത്താവും അല്ലേ. അപ്പോൾ ബോട്ടം പ്ലേറ്റിലുള്ള ഇലക്ട്രോണ് ബൾബിലൂടെ ഒഴുകി ടോപ്പ് പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, ബൾബ് കത്താൻ തുടങ്ങും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ബോട്ടം പ്ലേറ്റിൽ നിന്ന് കൂടുതൽ ഇലക്ട്രോൺസ് ബൾബിലൂടെ ഒഴുകി ടോപ്പ് പ്ലേറ്റിലെത്തി അവിടെയുള്ള പോസിറ്റീവ് ചാർജുകളെ ന്യൂട്രലൈസ് ചെയ്യും. കുറച്ച് കഴിയുമ്പം താഴെയുള്ള മുഴുവൻ ഇലക്ട്രോൺസും മുകളിലെത്തി അവിടെയുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജുകളെയും ന്യൂട്രലൈസ് ചെയ്യും. ദ കപ്പാസിറ്റർ will lose all its charge. The bulb will be switched off. നമ്മൾ പറയും the capacitor is discharged. കപ്പാസിറ്റേഴ്സ് പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെരിക്കൽ കണ്ടക്ടർ. നിങ്ങളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. ആ സ്ഫിയറിലേക്ക് ഞാനൊരു ചാർജ് കൊടുത്തു +Q. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഫെരിക്കൽ കണ്ടക്ടറിൽ നമ്മളൊരു ചാർജ് കൊടുത്താൽ അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ സർഫസിലുള്ളത്, ഈ പോയിന്റിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞതാണ് V is equal to 1/4πε0 K into Q/R. നമ്മൾ ഈ കണ്ടക്ടറിന് വെച്ചിരിക്കുന്നത് ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലാണ്. അതുകൊണ്ട് we can say that the potential V on the surface of the sphere V equals 1/4πε0 K Q divided by R. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എന്താ? C is equal to Q/V. ഈ സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് വരിക C equals Q/E, Q/V. വിൻ്റെ വാല്യൂ ഇക്വേഷൻ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q divided by Q/4πε0 KR. Qയും കട്ടായി പോകും. You will get C equals 4πε0 KR. R എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ റേഡിയസ്, K എന്ന് പറഞ്ഞാൽ അത് വെച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ ഫ്രീ സ്പേസിലാണ് വെക്കുന്നതെങ്കിലോ, ഫ്രീ സ്പേസിലാണെങ്കിൽ Kൻ്റെ വാല്യൂ 1 ആണ്. In free space you will get the capacitance C equals 4πε0 R. But this is the expression for the capacitance in a dielectric medium. The second one is the expression for the capacitance of a spherical conductor in free space or vacuum. ഇനി രണ്ടാമത്തെ ടൈപ്പ് we are going to study about the capacitance of a parallel plate capacitor. അപ്പോൾ എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? പേരിലുള്ളതുപോലെ തന്നെ it consists of 2 parallel plates each having a charge Q. ഒന്നിൻ്റെ ചാർജ് Q, മറ്റേൻ്റെ ചാർജ് -Q, separated by a distance D and having an area A. It consists of 2 large parallel conducting plates of area A separated by a distance D and the space between the plates. ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസ് ചിലപ്പം വാക്വം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൈഇലക്ട്രിക് മീഡിയം കൊണ്ട് ഫില്ല് ചെയ്യും. 2 പാരലൽ പ്ലേറ്റ്സ് കൂടിച്ചേർന്ന ഒരു സംവിധാനമാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓരോ പ്ലേറ്റിനും ചാർജ് ഉണ്ടാവും. ആദ്യത്തെ പ്ലേറ്റിൻ്റെ ചാർജ് +Q, മറ്റേ പ്ലേറ്റിൻ്റെ ചാർജ് -Q. പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D, പ്ലേറ്റുകളുടെ ഏരിയ A. പ്ലേറ്റുകൾക്കിടയിൽ there may be a dielectric medium or sometimes the space between the plates will be free space അല്ലെങ്കിൽ vacuum. നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കാണാൻ പോവുകയാണ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ജനറൽ ഫോർമുല C is equal to Q/V. അങ്ങനെ ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ചാർജ് Qവിനെ സിഗ്മെൻ്റ് ടേംസിലേക്ക് മാറ്റി എഴുതാം.
ഈ പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ you can write sigma equals charge by area. So Q is equal to sigma A. അപ്പോൾ ഞാൻ ക്യൂവിനെ സിഗ്മയുടെ ടേംസിലേക്ക് മാറ്റി എഴുതി. ഞാൻ ഇക്വേഷൻ 2 നോർത്തു കേട്ടോ. ഇനി വിനെ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. വി ഈക്വൽസ് E0 ഇൻറ്റു ഡി. ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ്, ഇഫ് ദർ ആർ ടു പ്ലേറ്റ്സ് having equal and opposite charge, the electric field in between the plates is sigma by epsilon 0. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല E0 ഇൻറ്റു ഡി എന്നാണ്. E0ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കുക. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു കേട്ടോ. ഈ ഫോർമുല ഓർക്കുണ്ടല്ലോ അല്ലേ, വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്നുള്ള ഫോർമുല, പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത് നമ്മളോട് അപ്ലൈ ചെയ്തു കേട്ടോ. E0ൻ്റെ സ്ഥാനത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുത്തു. ഇനി 2ഉം 3ഉം കൂടി എടുത്ത് ഇക്വേഷൻ 1 കൊടുക്കുക. ക്യൂവിൻ്റെ സ്ഥാനത്ത് സിഗ്മ എ എന്ന് കൊടുക്കുക, വിൻ്റെ സ്ഥാനത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് എന്താ വരിക, സബ് 2 and 3 in 1. C ഈക്വൽസ് സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മയും ക്യാൻസൽ ആയിപ്പോൾ C ഈക്വൽസ് എപ്സിലോൺ 0 A by D. This is the expression for capacitance of a parallel plate capacitor. നമുക്ക് രണ്ട് ടൈപ്പ് കപ്പാസിറ്റേഴ്സിനെ പറ്റിയിട്ടേ പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തത് സ്പെരിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ആണ്, രണ്ടാമത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എത്ര നമുക്ക് കിട്ടിയത്, C is equal to epsilon 0 A by D. ഇതിൻ്റെ ഒരു ഡിസ്കഷനാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ്. എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു യൂണിറ്റ് എഴുതിയിട്ടുണ്ട്. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. അത് വെച്ചിട്ട് നമ്മളൊരു യൂണിറ്റ് എഴുതിയതാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ റെഫർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. കൂളംബ് സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ റേസ് ടു -2 നമ്മൾ എഴുതിയതാണ്. അതേപോലെ നമ്മൾ ഇപ്പം ഈ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എപ്സിലോൺ 0യുടെ യൂണിറ്റ് എഴുതാം. C is equal to epsilon 0 A by D എന്നല്ലേ, അപ്പോൾ എപ്സിലോൺ 0 വരിക C ഇൻറ്റു D by A എന്നാണ്. സിൻ്റെ യൂണിറ്റ് ഫാരഡ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0യുടെ യൂണിറ്റ് എന്താ വരിക, ഫാരഡ് പെർ മീറ്റർ. ഈ രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഒരു ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസിൻ്റെ ഫോർമുലയാണ് C is equal to epsilon 0 A by D അല്ലേ. ആ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിനിടയിൽ വാക്വത്തിന് പകരം നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം ആണ് വെച്ചതെങ്കിലോ, അവിടെയുള്ള ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് C is equal to K epsilon 0 A by D. ഒരു മീഡിയം വെച്ചാൽ K epsilon 0 A by D. ഇനി അടുത്ത ചോദ്യം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? It depends on the dielectric constant K, it depends on area A, it depends on distance between the plates D. നോക്കാം നമ്മൾ C proportional to A, ഏരിയ കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കൂടും. C proportional to K, കൂടുതൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു മീഡിയം ആ പ്ലേറ്റിൻ്റെ ഇടയിൽ വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. C proportional to 1/D, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ഇനി നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ ഇപ്പോൾ വാക്വം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക, നമ്മൾ പറഞ്ഞതാണ് E is equal to sigma by epsilon 0. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തിട്ട് E0 എന്ന് ഡിനോട്ട് ചെയ്യുക. വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 എന്നും മീഡിയം വെച്ചുള്ള ഇലക്ട്രിക് ഫീൽഡ് E എന്നും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്കഷൻ അങ്ങനെ ആയിരിക്കും. ഫ്രീ സ്പേസിലോ വാക്വത്തിലോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് കൊടുക്കും. ഒരു മീഡിയത്തിലുള്ള മീഡിയം വെക്കുമ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E എന്നും കൊടുക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഇൻ വാക്വം E0 ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി ആ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു മീഡിയം, ഒരു ഡൈലക്ട്രിക് മീഡിയം വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് വെൻ എ ഡൈലക്ട്രിക് മീഡിയം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറിയാം. E0 ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0 K. ഒരു മീഡിയം വെച്ചാൽ എപ്സിലോൺ 0യുടെ സ്ഥാനത്ത് എപ്സിലോൺ 0 K എന്ന് കൊടുക്കുക. ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ E0 by E ഈക്വൽസ് K. So we get a definition for K, a formula for K. K is equal to E0 by E. നമ്മൾ എങ്ങനെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുക?
Dielectric constant is the ratio between the electric field between the capacitor plates in vacuum to the electric field between the capacitor plates when a dielectric medium is introduced. K equals E0 by E. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ നിങ്ങൾക്കറിയാം, ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ, കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ചാർജും ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ E ഈക്വൽസ് E0 മൈനസ് ഇ ഇന്നോ അല്ലെങ്കിൽ E ഈക്വൽസ് E0 മൈനസ് ഇ പി എന്നോ നമുക്ക് കൊടുക്കാം. പി കൊടുക്കാനുള്ള കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. സോ യു ക്യാൻ റൈറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡൈഇലക്ട്രിക് ഈസ് ഈക്വൽ ടു E0 മൈനസ് ഇ പി അല്ലെങ്കിൽ E0 മൈനസ് ഇ ഇൻ. ഇപ്പോൾ ഒരു പുതിയ ഫോർമുല നമ്മൾ പഠിച്ചു, ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് ഇ. ഇത് ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇ ഈക്വൽസ് എന്താ വരിക? E0 ബൈ കെ. അതാ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡൈഇലക്ട്രിക് ഈസ് ഇ ഈക്വൽസ് E0 ബൈ കെ. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നിങ്ങൾക്ക് രണ്ട് ഫോർമുല ഉണ്ട്. E ഈക്വൽ ടു E0 ബൈ കെ അല്ലെങ്കിൽ E ഈക്വൽ ടു E0 മൈനസ് ഇ പി. യു ക്യാൻ യൂസ് ഐദർ ഓഫ് ദ ഫോർമുല ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡൈഇലക്ട്രിക്. നമ്മൾ ഈ ഫോർമുല ആയിരിക്കും ഉപയോഗിക്കുക കേട്ടോ. ഇതായിരിക്കും നമ്മൾ പ്രോബ്ലത്തിലും ബാക്കിയുള്ള ഡിസ്കഷനിലൊക്കെ ഉപയോഗിക്കുക. ഇനി ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു E ഈക്വൽ ടു 0 അല്ലേ. കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താ? ഇത് 0 ആയാൽ ഇതെന്ത് വരും? ഇൻഫിനിറ്റി. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് പഠിച്ചു. C ഈക്വൽ ടു ε0 A/d. ഇനി നമ്മൾ അതിൻ്റെ ഒരു 3 കേസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തേത്, what happens to the capacitance of a parallel plate capacitor when a conducting slab is kept between the plates? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളുടെ ഇടയിൽ ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? രണ്ടാമത്തത്, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? മൂന്നാമത്തത്, ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? ഈ 3 കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കേസ് എടുക്കുക. എ കണ്ടക്റ്റിംഗ് സ്ലാബ് ഈസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഡയഗ്രാം നോക്കൂ. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പ്ലേറ്റിൻ്റെ ചാർജ് പ്ലസ് ക്യൂ, മറ്റേ പ്ലേറ്റിൻ്റെ ചാർജ് മൈനസ് ക്യൂ. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് d. ഈ പ്ലേറ്റിൻ്റെ ഏരിയ a. ഇതിൻ്റെ ഉള്ളിൽ T തിക്നെസ് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഒരു കണ്ടക്റ്റിംഗ് സ്ലാബാണ്, ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൻ്റെ തിക്നെസ് d. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തോ എത്ര ഉണ്ടാവും? ഇത് t. ആകെ ഡിസ്റ്റൻസ് d, ഇത് t. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം എത്ര ഉണ്ടാവും? d മൈനസ് ടി. d മൈനസ് ടിയിൽ എന്താ ഉണ്ടാവുക? വാക്വമാണുള്ളത്. t സ്ഥലത്താണ് കണ്ടക്റ്റിംഗ് സ്ലാബ് ഉള്ളത്. വി ആർ ഗോയിങ് ടു സീ what will be the capacitance when a conducting slab of thickness T is kept in between the plates. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുകയാണ് ഈ സ്ലാബ് ഇവിടെ അല്ല, ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ് ആണെങ്കിൽ കപ്പാസിറ്റൻസ് എന്താ വരിക? ഈ സ്ലാബ് ഇവിടെ അല്ല എന്ന് വിചാരിക്കുക. ഫ്രീ സ്പേസ് ആണെങ്കിൽ നമുക്കറിയാം C0 ഈക്വൽസ് ε0 A/d. നമ്മൾ ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് C0, ഇലക്ട്രിക് ഫീൽഡ് E0, പൊട്ടൻഷ്യൽ V0 നടക്കുക കേട്ടോ. മീഡിയം വരുമ്പം കപ്പാസിറ്റൻസ് C, പൊട്ടൻഷ്യൽ V, ഇലക്ട്രിക് ഫീൽഡ് E. അങ്ങനെ ആണ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് ε0 A/d എന്ന് വന്നു. അടുത്ത ഫോർമുല V0. ഈ കണ്ടക്റ്റിംഗ് സ്ലാബ് ഇവിടെ ഇല്ല എങ്കിൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല E0 × d എന്നാണ്. ഞാനിവിടെ E0 അടയാളപ്പെടുത്തിയിട്ടില്ല. E0 എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂയിലേക്ക് ഇവിടെ ഈ സ്ലാബ് ഇല്ലെങ്കിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് E0. മീഡിയം ഇല്ലാത്തപ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വരിക E0 × d. പിന്നെ നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ജനറൽ ഫോർമുലയും കൂടി എഴുതാം. C0 ഈക്വൽസ് Q ബൈ V0. V0 എന്ന് പറയാൻ പറഞ്ഞു മീഡിയം ഇല്ലാത്തപ്പോഴുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഫ്രീ സ്പേസിൽ ഈ പഠിച്ച ഇക്വേഷൻസ് ആണ്. നമുക്ക് 3 ഇക്വേഷൻസ് എഴുതാം. C0 ഈക്വൽസ് ε0 A/d, V0 ഈക്വൽസ് E × d, C0 ഈക്വൽസ് Q ബൈ V0. ഇനി നമ്മൾ
ഈ കണ്ടക്റ്റിംഗ് സ്ലാബ് T തിക്നെസ് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് അവിടെ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യലിൽ മാറ്റം ഉണ്ടാവുമോ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ മീഡിയം ഇല്ലെങ്കിൽ V0 ആണ്. ഇങ്ങനെ ഒരു സ്ലാബ് വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യലിൽ മാറ്റം ഉണ്ടാവുമോ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇത്രയും ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ കാണാൻ പോവാണ്. കണ്ടക്റ്റിംഗ് സ്ലാബ് നിൽക്കുന്ന ആ സ്ഥലത്തെ പൊട്ടൻഷ്യൽ കാണാൻ പോവാണ്. പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല E0 ഇൻറ്റു അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. നിങ്ങൾക്കറിയാം ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അവിടെ ഇൻ്റെ വാല്യൂ 0, ഡിസ്റ്റൻസ് എത്രയാണ് ടിയും അല്ലേ. അപ്പോൾ അതവിടെ നോക്കുക, രണ്ടാമത്തെ പാർട്ട് കണ്ടക്റ്റിംഗ് സ്ലാബിൻ്റെ ഉള്ളിലുള്ള കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ച സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ വരിക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. കണ്ടക്റ്റിംഗ് സ്ലാബിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഡിസ്റ്റൻസ് ടി ആണ്. അപ്പോൾ യു ക്യാൻ റൈറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ പൊട്ടൻഷ്യൽ. ഈ ഭാഗം നിൽക്കുന്ന ഈ കണ്ടക്റ്റിംഗ് സ്ലാബ് നിൽക്കുന്ന ഭാഗത്തെ പൊട്ടൻഷ്യൽ 0 ഇൻറ്റു ടി ആണ്. ബാക്കിയുള്ള ഭാഗത്തെ പൊട്ടൻഷ്യലോ? ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നേരത്തെ പറഞ്ഞു, D - T അല്ലേ. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. ഫ്രീ സ്പേസിലെ ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തെ പൊട്ടൻഷ്യൽ വരിക E0 ഇൻറ്റു D - T. നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പം പൊട്ടൻഷ്യൽ മാറ്റം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മൾ കണ്ടു കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ച സ്ഥലത്തെ പൊട്ടൻഷ്യൽ 0 ഇൻറ്റു ടി എന്നാണ് വരിക. ബാക്കിയുള്ള സ്ഥലത്തെ പൊട്ടൻഷ്യൽ E0 ഇൻറ്റു D - T എന്നാണ് വരിക. E0 എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പം നമുക്ക് ഇതിനെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D - T എന്ന് എഴുതാം. സിഗ്മക്ക് പകരം Q/A എന്ന് കൊടുക്കാം, ചാർജ് ബൈ ഏരിയ. So you will get the new potential V equals Q/A epsilon 0 into D - T. നമ്മൾ ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരിക. ഫ്രീ സ്പേസിൽ നമ്മൾ പഠിച്ചത് C0 equals Q/V0 എന്നല്ലേ. ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ചപ്പം പൊട്ടൻഷ്യൽ V0യിൽ നിന്ന് എന്തായിട്ട് മാറി? V ആയിട്ട് മാറി. അപ്പോൾ ഈ ഇക്വേഷനിൽ വിയിൽ ചേഞ്ച് വന്നാൽ, പൊട്ടൻഷ്യലിൽ ചേഞ്ച് വന്നാൽ എന്ത് മാറും? കപ്പാസിറ്റൻസ് മാറും. ഒരു മീഡിയം വെക്കുമ്പം ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് 0 ആണെങ്കിൽ ഒരു മീഡിയം വെക്കുമ്പോൾ കപ്പാസിറ്റൻസ് മാറും. നമ്മൾ അതിനെ C എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാം. ദ ന്യൂ കപ്പാസിറ്റൻസ് C ഈക്വൽസ് Q/V. പുതിയ പൊട്ടൻഷ്യൽ V ആണ്. വിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q/ε0A ഇൻറ്റു D - T. ക്യൂവും വെട്ടിപ്പോവും. ദ ന്യൂ കപ്പാസിറ്റൻസ് C ഈക്വൽസ് ε0A ഡിവൈഡഡ് ബൈ D - T. So this is the capacitance when a conducting slab is introduced. C equals ε0A divided by D - T. ഇതിനൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്താലോ? ഈ ഡീനെ പുറത്തേക്ക് എടുക്കുക, നോക്കുക. C equals ε0A divided by D പുറത്തേക്ക് എടുക്കുക. D into 1 - T/D. ε0A by D എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിലെ കപ്പാസിറ്റൻസ് C0 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് C0 എന്ന് കൊടുക്കാം. C equals C0 divided by 1 - T/D. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത ചോദ്യം, C0 ആണോ C ആണോ വലുത്? C0 ആണോ C ആണോ വലുത്? അതായത് ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പം കപ്പാസിറ്റൻസ് കൂടുകയാണോ ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്യുക എന്നുള്ള. ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾ T = 5 സെൻറ്റിമീറ്റർ എന്നും ഈ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ എന്നും D ഈ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ എന്നും വെച്ചിട്ട് ഒന്ന് വെറുതെ സോൾവ് ചെയ്ത് നോക്കുക ഈ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും C ഈസ് ഗ്രേറ്റർ ദാൻ C0. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ചാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഫ്രീ സ്പേസിലെ കപ്പാസിറ്റൻസ് C0, കണ്ടക്റ്റിംഗ് സ്ലാബ് വെച്ചപ്പം ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് C ഈസ് ഗ്രേറ്റർ ദാൻ C0. നമ്മുടെ റിസൾട്ട് എന്താണ്? ദ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് when a conducting slab is kept between the plates of a parallel plate capacitor. A dielectric slab is kept in between the plates. You consider a parallel plate capacitor. അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ചാർജ് +Q, മറ്റേ പ്ലേറ്റിൻ്റെ ചാർജ് -Q. The plates are separated by a distance D. ഇവിടെ നമ്മൾ വെക്കുന്നത് ഒരു ഡൈ ഇലക്ട്രിക് സ്ലാബാണ്. അതിൻ്റെ തിക്നെസ് T. We are going to see what happens to the capacitance when this dielectric slab is kept in between the plates. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സ്ലാബ് ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിലുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പോവാണ്.
C0 ഈക്വൽസ് എപ്സിലോൺ 0 A by D. ഫ്രീ സ്പേസിൽ നമ്മൾ C0 എന്നാണ് കപ്പാസിറ്റൻസിന് കൊടുക്കുക. അതേപോലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ വരിക? V0 ഈക്വൽസ് E0 ഇൻറ്റു ഡി. ഈ പ്ലേറ്റുകൾ ഇവിടെ ഫ്രീ സ്പേസ് ആണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E0 എന്നാണ് എഴുതുക. സോ വി കൽ റൈറ്റ് പൊട്ടൻഷ്യൽ V0 ഈക്വൽസ് E0 ഇൻറ്റു ഡി. അതേപോലെ കപ്പാസിറ്റർ ജനറൽ ഫോർമുല എങ്ങനെ എഴുതുക? കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ഫോർമുല C0 ഈക്വൽസ് Q ഡിവൈഡഡ് ബൈ V0. ഫ്രീ സ്പേസിലുള്ള പൊട്ടൻഷ്യലാണ് V0. ഇനി നമ്മളൊരു ഡൈഇലക്ട്രിക് സ്ലാബ് വെക്കുകയാണ്. സ്ലാബിൻ്റെ തിക്നെസ് T ആണ്. അങ്ങനെയാണെങ്കിൽ we are going to see whether the potential changes. ഈ ഒരു സ്ലാബ് ഇവിടെ വെച്ചാൽ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ V0 ആണ്. ഈ സ്ലാബ് വെച്ചാൽ പൊട്ടൻഷ്യലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുനോക്കുക. സ്ലാബിൻ്റെ അവിടെയുള്ള പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഒരു ഡൈഇലക്ട്രിക് സ്ലാബിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. E is equal to E0 by K. ഒരു ഡൈഇലക്ട്രിക് സ്ലാബിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത്രയും ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് E0 by K ആണ് അല്ലേ? ആ ഡിസ്റ്റൻസ് എത്രയാ? Tയും. അപ്പം നമുക്ക് ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ E0 by K ഇൻറ്റു T എന്ന് എഴുതാം. ഇക്വേഷൻ നോക്കുക. ഇത്രയും ഭാഗത്തെ പൊട്ടൻഷ്യൽ E0 by K ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് T. E0 by K ഇൻറ്റു T. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. ഇതല്ലാത്ത ബാക്കി സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. ആ ഡിസ്റ്റൻസ് എത്രയാ? D മൈനസ് ടിയും. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് സ്ലാബ് ഇല്ലാത്ത സ്പേസിൽ പൊട്ടൻഷ്യൽ വരിക E0 ഇൻറ്റു D മൈനസ് D. സോ യു ക്യാൻ റൈറ്റ് ദ ന്യൂ പൊട്ടൻഷ്യൽ when the dielectric slab is placed is V equals E0 ഇൻറ്റു D മൈനസ് T പ്ലസ് E0 by K ഇൻറ്റു T. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പൊട്ടൻഷ്യൽ മാറി. നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. C0 ഈക്വൽസ് Q ബൈ V0 എന്നായിരുന്നു അല്ലേ? സ്ലാബ് വെച്ചപ്പോൾ പൊട്ടൻഷ്യൽ V0 മാറി V ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ മാറുമ്പോൾ എന്ത് മാറും? കപ്പാസിറ്റൻസ് മാറും. ഇപ്പോൾ കപ്പാസിറ്റൻസ് മാറും. നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. E0നെ പുറത്തേക്ക് എടുക്കുക. E0 ഇൻറ്റു D മൈനസ് T പ്ലസ് T ബൈ K. E0 എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ E0ൻ്റെ സ്ഥാനത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കുക. സിഗ്മൻ്റെ സ്ഥാനത്ത് Q ഡിവൈഡഡ് ബൈ A epsilon 0 എന്ന് കൊടുക്കുക. So you will get the new potential V is equal to Q by A epsilon 0 into D minus T plus T by K. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ V0 എന്നുള്ള പൊട്ടൻഷ്യൽ സ്ലാബ് വെച്ചപ്പം V ആയിട്ട് മാറി. പൊട്ടൻഷ്യൽ ഇവിടെ മാറുമ്പം കപ്പാസിറ്റൻസ് മാറും. അപ്പോൾ നമുക്ക് പുതിയ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. C is equal to Q by V. കപ്പാസിറ്റൻസ് when the dielectric slab is kept ആണ് C. V എന്ന് പറഞ്ഞാൽ സ്ലാബ് വെച്ചപ്പോഴുള്ള പൊട്ടൻഷ്യലാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൻ്റെ Q ഡിവൈഡഡ് ബൈ വിൻ്റെ വാല്യൂ Q ബൈ എപ്സിലോൺ 0 A ഇൻറ്റു D മൈനസ് T പ്ലസ് T ബൈ K. ക്യൂവും ക്യാൻസൽ ആയിപ്പോൾ എപ്സിലോൺ 0 മുകളിലേക്ക് പോകും. സോ ദ എക്സ്പ്രഷൻ ഈസ് C ഈക്വൽസ് എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T പ്ലസ് T ബൈ K. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, D എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, T എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ്, K എന്ന് പറഞ്ഞാൽ ഡൈ ഇലക്ട്രിക് സ്ലാബിൻ്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, C ആണോ C0 ആണോ വലുത്? ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് ആണോ ഡൈഇലക്ട്രിക് സ്ലാബ് വെക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസ് ആണോ വലുത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ Tക്ക് 5 സെൻറ്റിമീറ്ററിനും Dക്ക് 10 സെൻറ്റിമീറ്ററിനും വെച്ച് വെറുതെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് കാണാൻ പറ്റും C is greater than C0. അപ്പോൾ നമ്മളെ റിസൾട്ട് എന്താണ്? when a dielectric slab is kept in between the plates of a parallel plate capacitor, the capacitance increases. Dielectric slab വെച്ചാൽ capacitance കൂടും. ഇനി മൂന്നാമത്തെ കേസ് ഫൈനലാണ് അല്ലേ? നമുക്ക് 3 കേസാണ് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത്. മൂന്നാമത്തെ കേസാണ് എ ഡൈ ഇലക്ട്രിക് മീഡിയം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. നേരത്തെ നമ്മളൊരു ഡൈഇലക്ട്രിക് സ്ലാബാണ് വെച്ചത്. ഡൈഇലക്ട്രിക് സ്ലാബും ഡൈഇലക്ട്രിക് മീഡിയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡൈഇലക്ട്രിക് മീഡിയം ആകുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആ മീഡിയം എന്നറിയും. ഇപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ എക്സാമ്പിൾ വാട്ടറാണ്. വാട്ടർ ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് വെള്ളത്തിൽ നിർത്താൻ പറ്റില്ല. ഈ സ്പേസിൽ ഫുള്ളായിട്ട് വെള്ളം നിറയും. അപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് Tൻ്റെ വാല്യൂ എന്തിന് തുല്യമായിരിക്കും? Dക്ക് തുല്യമായിരിക്കും. ഇതാണ് ഒരു സ്ലാബിലെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. ഒരു മീഡിയം വെക്കുകയാണെങ്കിൽ ഈ മീഡിയത്തിൻ്റെ ഡിസ്റ്റൻസ് Dക്ക് തുല്യമാവും. കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് നിറയും. അപ്പോൾ നമുക്ക് T is equal to D എന്ന് എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. D മൈനസ് D 0 എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ വരിക C is equal to epsilon 0 A ഡിവൈഡഡ് ബൈ
ടി ഈസ് ഈക്വൽ ടു ഡി ആണ്, അപ്പോൾ ഡി ബൈ കെ എന്ന് വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സി ഈസ് ഈക്വൽ ടു കെ എപ്സിലോൺ സീറോ എ ബൈ ഡി. ഈ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ സ്പേസിലെ കപ്പാസിറ്റൻസാണ്. അപ്പോൾ നമുക്ക് തന്നെ സി സീറോ എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സി ഈസ് ഈക്വൽ ടു കെ സി സീറോ. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്താ? ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസ് സി സീറോ ആണെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചാൽ കപ്പാസിറ്റൻസ് കെ സി സീറോ ആണ്. സോ ദ റിസൾട്ട് ഈസ് when a dielectric medium of dielectric constant K is kept in between the capacitor plates, the capacitance increases K times. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചാൽ, ഒരു കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചാൽ എന്താണ് അഡ്വാൻറ്റേജ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കീപ്പിംഗ് എ ഡൈഇലക്ട്രിക് മീഡിയം ഇൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ്? നമുക്ക് പിന്നെ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഫ്രീ സ്പേസ് ആക്കാം, അല്ലെങ്കിൽ മീഡിയം ആക്കാം. മീഡിയം വെച്ചാൽ എന്താണ് അഡ്വാൻറ്റേജ് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് ഇൻക്രീസസ് കെ ടൈംസ്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഡൈ ഇലക്ട്രിക് പ്രിവെൻറ്റ്സ് ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഫ്രം കമ്മിങ് ഇൻ ടു കോൺടാക്ട് ആൻഡ് അവോയ്ഡ്സ് സ്പാർക്കിംഗ്. ഒരു പ്ലേറ്റിൻ്റെ ചാർജ് പ്ലസ് ക്യൂവും മറ്റേൻ്റെ മൈനസ് ക്യൂ ആണ്. ഈ രണ്ട് പ്ലേറ്റും തമ്മിൽ കോൺടാക്റ്റിലായാൽ സ്പാർക്ക് ഉണ്ടാവും. അതിനുള്ളിൽ മീഡിയം ഉണ്ടെങ്കിൽ അത് കോൺടാക്റ്റിൽ വരില്ല. സോ ദ ഡൈ ഇലക്ട്രിക് മീഡിയം പ്രിവെൻറ്റ്സ് ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഫ്രം കമ്മിങ് ഇൻ ടു കോൺടാക്ട് ആൻഡ് അവോയ്ഡ്സ് സ്പാർക്കിംഗ്. ഇനി മൂന്നാമത്തതോ, ഒരു മീഡിയം ഉണ്ട് എങ്കിൽ നമുക്ക് ആ പ്ലേറ്റിനെ പരമാവധി അടുപ്പിച്ച് വെക്കാൻ പറ്റും, മാക്സിമം അടുപ്പിച്ച് വെക്കാൻ പറ്റും. അത് തമ്മിൽ തട്ടൂല. മാക്സിമം അടുപ്പിച്ച് വെക്കുമ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി കുറയ്ക്കാൻ പറ്റും. നമ്മളെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കുക. ഡി കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. when d decreases capacitance increases. അങ്ങനെ മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്.